പാപ്പ, ഇവള് ഭയങ്കര കള്ളക്കളിയാ. അയ്യോ, അറിയാണ്ട് കൈതട്ടി കരു നീങ്ങിയതാ. കാക്കയുടെ കണ്ണോ? അല്ല, ഇങ്ങള് കളിക്കാണോ തല്ലൂടാണോ? കെട്ടിക്കാൻ പ്രായായി, കൊച്ചു പിള്ളാര് മാതിരി. എന്നാലേ വേഗം എന്നെ കെട്ടിച്ച് തരീന്റെ കുഞ്ഞാമിന. ഇത് കേട്ടാ? അലിയാർക്ക എന്താ എന്തുണ്ടായി? 4-5 ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച് അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും രാമയ്യനും ഹംസയും വന്ന് അവർ ഓടിച്ചത്. അല്ലെങ്കിൽ 3-4 ആളുകളും മരിച്ചേന്. ആരാ രാമയ്യൻ? കാസിം സെട്ടിന്റെ ആൾക്കാരാ ബാവ. ജോർജ് മാത്യന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ 5 ആൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ത് മണ്ടത്തരാ കാണിച്ച്? എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാവ. കഴുതകള് രണ്ടിനും ഈ തണ്ടു തടിയല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. ആ, പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്. ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ആ, എല്ലാരും പോയിക്കോളി. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് 4 വഴിക്കും പോകാൻ പറ. അവൻ എവിടെ ഉണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക, ഇന്ന് എനിക്ക് സ്വർണം വരും. എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ പണം വാരും. കാല് വാരാതിരുന്നാ മതി. കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ MLA ആയപ്പോ ഇമേജ്. ഇക്കാക്ക ആരോടാ ഈ വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു. ഉണ്ടാനും പറയാൻ അവിടെ എൻ്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ച് നീ കിടന്നോടാ. നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക ഉറങ്ങുന്നില്ലേ? പകല് മുഴുവൻ ലോട്ടറിയും കൊണ്ട് നടപ്പ്, രാത്രിയായ ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ. മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിയിട്ട് 14 വർഷമായി. കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ. എന്റെ കുഞ്ഞാമിന, സീനത്ത്, റംല. ഇക്കാക്ക അതൊന്നും ഓർക്കണ്ട, ഒക്കെ മറക്കാൻ നോക്ക്. മറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ 1.5 കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്നത്? ചത്തൂടെ എനിക്ക്. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14